ഫാദർ പ്രിൻസിപ്പൽ, സാബി സാർ, റേ സാർ, സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തുവായിട്ടാണ്. ഞാൻ ഇവിടെ BSc പഠിക്കുമ്പോൾ നിങ്ങളാരും ജനിച്ചിട്ടില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ചിട്ടില്ല, നിങ്ങളുടെ ടീച്ചിങ് സ്റ്റാഫിൽ പ്രൊഫസർ ഉൾപ്പെടെ ആരും ജനിച്ചിട്ടില്ല. ഈ മാർ പടിയറ ഹാൾ ജനിച്ചിട്ടില്ല. എന്തിന്? നമ്മുടെ കേരള സംസ്ഥാനം തന്നെ ഉണ്ടായിട്ടില്ല. കോവിഡിന് മുമ്പ് 4-5 പ്രാവശ്യം ഞാൻ ഈ ഫംഗ്ഷൻ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. കോവിഡിന് ശേഷം 4-5 വർഷം ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്തുവാനും നിങ്ങളെ ഒക്കെ ഒരു നോക്ക് കാണുവാനും നിങ്ങളോട് 2 വാക്ക് പറയുവാനും കിട്ടിയ അവസരത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉപദേശമൊന്നും തരാനില്ല. അത് നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണ്ടുവോളം ഇതിനകം തന്നിരിക്കും. എന്നാലും ഇനി അടുത്ത ഒരു 10-50 വർഷം നിങ്ങളുടെ ഇടപഴകുന്ന വളരെ പ്രധാനമായ ഒരു കാര്യത്തെപ്പറ്റി 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, പണം ശരിയായ മാർഗത്തിൽ ഉണ്ടാക്കുന്നതും ചെലവാക്കുന്നതിലും നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, പണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പറയാനാവില്ലെങ്കിലും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാഠിന്യം കുറയ്ക്കാൻ അത് ഉപകരിക്കും, എല്ലാ പ്രശ്നങ്ങളുടെയും. പിന്നെ നിങ്ങൾ കേട്ട് പഴകിയ ഒരു വാചകമാണ്, നിങ്ങൾ പണക്കാരനായിട്ടല്ല ജനിച്ചതെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷേ നിങ്ങളൊരു പണക്കാരനായിട്ടല്ല മരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. ഞാൻ എന്നോട് പറയുന്നത് നോസ്റ്റാൾജിയെ പറ്റിയാണ്, വേറെ ഒന്നിനെ പറ്റിയില്ല. നോസ്റ്റാൾജി നിങ്ങൾക്കൊക്കെ അറിയാം, ഗൃഹാതുരത്വം എന്നെല്ലാം മലയാളത്തിലും സംസ്കൃതത്തിലും മണിപ്രവാളത്തിലുമൊക്കെ ആയിട്ട് വായിക്കൊള്ളാത്ത രീതിയിൽ വാക്കുകളുണ്ട്. പക്ഷേ പറയാൻ എളുപ്പവും മനസ്സിലാക്കാൻ എളുപ്പവും നോസ്റ്റാൾജിയാണ്. പണ്ടുണ്ടായ വളരെ ആനന്ദകരമായ ജീവിത അനുഭവങ്ങൾ ഇങ്ങനെ വരാത്തവണ്ണം പോയി എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടവും അതന്ന് ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ച ആനന്ദവും അതിൻ്റെ ഒരംശമെങ്കിലും വീണ്ടും പുനർജീവിക്കാൻ ഉള്ള ഒരു അക്ഷമയുമാണ് ഈ നോസ്റ്റാൾജിയ. അതതിൻ്റെ പുതിയ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ശക്തിയോടും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇനിയൊരു 50 കൊല്ലം കഴിയണം. ഞാൻ നോസ്റ്റാൾജിയയുടെ ഒരു രോഗിയാണ്. ജീവിതത്തിൽ പലതും നോസ്റ്റാൾജിയ പ്രമാണിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. പലതിലും പല രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറയുന്നത് മുഴുവൻ ഈ കോളേജിനെ കുറിച്ചല്ല, ഏതാനും ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. 1954 മധ്യത്തിലാണ് ഞാൻ ഈ ക്യാമ്പസിൽ ആദ്യം വരുന്നത്. വന്ന് മെയിൻ ഗേറ്റിൽ കൂടെ പടി കയറുമ്പോൾ ആദ്യം കണ്ടത് ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്രിതവൽക്കൽ നിൽക്കുന്ന യേശുദേവനെയാണ്. കുറച്ച് പടികൾ കൂടി കടന്ന് ഇടത്തോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഈ ബിൽഡിങ്ങാണ്. അതിലൊന്നും എഴുതിയിരുന്നില്ല. ഇത് ചാപ്പലാണോ, ചർച്ചാണോ, കത്തീഡ്രലാണോ, ബസിലിക്കയാണോ എന്താണെന്നറിയാതെ ഞാൻ ആദ്യം ഒന്ന് പകച്ചുപോയി. കാരണം കുട്ടനാട്ടിൽ നിന്നും എത്തിയ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പൊട്ടൻ കുട്ടിയായിരുന്നുവല്ലോ ഞാൻ. ഇത് ഞങ്ങളുടെ BSc ലെക്ചർ റൂമാണ്. ഇത് ടവറ്. മുകളിലത്തെ നിലയിൽ ടവറിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ആ മുറി ആയിരുന്നു. എൻ്റെ താഴെ ഒരു ബോട്ടിൽ ബ്രഷ് ട്രീ താഴ്ച നിൽപ്പുണ്ട്. ഇത് ഈ അടുത്ത കാലത്തെടുത്ത ചിത്രമാണ്. ഇതിൻ്റെ മുൻതല ഉറക്കാർ ഏതോ ഒരു വീപ്പിംഗ് വില്ലോ ബോട്ടിൽ ബ്രഷ് ട്രീ തന്നെയായിരുന്നു അവിടെ അന്ന് നിന്നിരുന്നത്. ഇതാ ക്ലാസ് റൂമാണ്. ഇത് ഞാൻ വന്നേന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു, എങ്കിലും അതെനിക്ക് തുറന്നു തന്നു. ഇത് അന്നത്തെ ക്ലാസ് റൂം ഇങ്ങനെ ആയിരുന്നില്ല. ഡെസ്കിലൊക്കെയുള്ള ആർട്ട് വർക്ക് അന്ന് ഇന്നും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
ആ പുറകിൽ കാണുന്ന ഡോറിൽ കൂടെയാണ് അസംഷൻ കോളേജിൽ നിന്നും ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന 20 ഗേൾസ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇവിടെ ബോയ്സൊക്കെ ഇരുന്ന ശേഷം ആ ഡോറിൽ കൂടെ അതിൻ്റെ പുറകിലൊരു വലിയ വരാന്തയുണ്ട്. അവിടെയായിരുന്നു ബോട്ടണിയുടെ പ്രാക്ടിക്കൽ ക്ലാസ്സസ്, മോണോകോട്ട്സിൻ്റെ സ്റ്റെമ്മും ഡൈക്കോട്ടിൻ്റെ റൂട്ടും സെക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഡോറിൻ്റെ അപ്പുറത്താണ്. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അവർ ആ ഡോറിൽ കൂടെ വന്ന് അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ അതുപോലെ തിരിച്ച് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് ഞങ്ങൾ പഠിച്ചത്. ഇതാ ക്ലാസ്സിൻ്റെ താഴെ കാണുന്ന ഗാർഡനാണ്. ഇവിടെ ബോട്ടിൽ ബ്രഷ് ട്രീ അന്നും ഇന്നും ഉണ്ട്. ഈ ആകാശത്തൂടെ വളരെ ആരവത്തോടെ മഴയും കാറ്റുമൊക്കെ കടന്നു പോയി കഴിഞ്ഞ് മഴ പെയ്ത് മരം പെയ്തു തുടങ്ങുമ്പോൾ താഴോട്ട് നോക്കി ബോട്ടിൽ ബ്രഷ് ട്രീയുടെ കൂർത്ത ഇലകളുടെ മുനയിൽ നിന്നും മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു നോക്കി എത്രയോ തവണ ഞാൻ അവിടെ തരിച്ചിരുന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ 1954-56. അന്ന് BSc 2 വർഷമായിരുന്നു. 40 സ്റ്റുഡൻസ്, 20 ബോയ്സ്, 20 ഗേൾസ്. എല്ലാവരും ഇതിലുണ്ട്. ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫ് ഇവിടെ ഡോക്ടർ ഷെപ്പേർഡ്, OJ കുരുവിള, ഇത് മാണി സാർ, TT ചാക്കോ. അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവരെ ആരെയും നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല, ഇനി പരിചയം ഉണ്ടാവുകയുമില്ല. ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഡ്രസ്സ് നോക്കിയാൽ കാണാം, എല്ലാ സ്റ്റുഡൻസും വൈറ്റ് ഷർട്ടാണ്. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മുണ്ടാണ് എടുത്തിരിക്കുന്നത്. അന്നത്തെ കാലത്തെ വേഷവിധാനം ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ പ്രായത്തിൽ അക്കാലത്ത് ഞാനും ഈ പടിയറ ഹാളിന് ചുറ്റും ടവറിൻ്റെ ചുറ്റുമൊക്കെ കറങ്ങി നടന്നിരുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ട് ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നും എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം, ഇത് ഷെപ്പേർഡ് സാർ. അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ടതില്ല. ഇവിടെ ആണ്ടുപൂർവ്വം നടക്കുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേഷനിലൊക്കെ ഇദ്ദേഹത്തെപ്പറ്റി നീണ്ട പ്രസംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന സാറന്മാരിൽ നിന്നും നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ല, അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ അനുകരിക്കാറുണ്ട്. അതൊരു വീര ആരാധനയുടെ ഭാഗമാണ്. ഷെപ്പേർഡ് സാറിൻ്റെ ഇടത്തെ കയ്യിൽ 2 വിരൽ നല്ല ബ്രൗൺ, ഡീപ്പ് ബ്രൗൺ കളറായിരിക്കും. അദ്ദേഹം ക്ലാസ്സിലൊഴിച്ച് എല്ലായിടത്തും സേർട്ട് വലിക്കും. സേർട്ടിൻ്റെ പുകയും കറയും ചിലപ്പോൾ കുറച്ചൊക്കെ കരിഞ്ഞ ഭാഗങ്ങളും എല്ലാം ഫിംഗേഴ്സിലുണ്ടായിരുന്നു. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഒരുപക്ഷെ എൻ്റെ കയ്യിലിങ്ങനെ ഉണ്ടായാൽ ഞാനൊരു ഇംഗ്ലീഷ് പ്രൊഫസറാകും എന്നൊരു ധാരണ ഉണ്ടായതുകൊണ്ടോ എന്നറിയില്ല. ഞാനിന്നിവിടെ വാഴപ്പള്ളിയിലൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചാണ് ഇവിടെ വന്നിരുന്നത്. 6 മാസത്തിനകം ഞാൻ വാഴപ്പള്ളി കവലയിൽ അറിയപ്പെടുന്ന ഒരു പുകവലിക്കാരനായി മാറി. അത് നിർത്താൻ ഒരു 46 വർഷം പിന്നീട് എടുത്തു എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിലും ഷെപ്പേർഡ് സാർ ഒരു 8-10 വർഷം കൊണ്ട് നേടിയ ഒരു കാര്യം ഒരു മാസം അല്ലെങ്കിൽ പോട്ടെ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ സാധിച്ചെടുത്തു എന്നൊരു അഹങ്കാരം അന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട OJK എന്ന ഓമനപ്പേരിൽ അറിയുന്ന OJ കുരുവിള സാർ. എന്നിലൊരു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് അദ്ദേഹം. ഞാൻ വളരെ പ്രായം ചെല്ലുമ്പോൾ എമോഷൻ വരുമല്ലോ. എൻ്റെ വളരെ പ്രിയപ്പെട്ട സാറായിരുന്നു. പുതിയതായിട്ട് എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ദിവസം റോഡ് ഓഫ് ഹൈറ്റ് റെഡ് ആൽഗെ എടുക്കാൻ ക്ലാസ്സിൽ വന്നിട്ട് ഹാജരെടുത്തപ്പോൾ ഞാൻ ഇല്ല എന്ന് കണ്ടിട്ട്, ബാബു ഇന്ന് വന്നിട്ടില്ല, നമുക്കിന്ന് വേറെ വല്ലതും റിവൈസ് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞായിട്ടറിയാം. 2-3 ദിവസം അടുപ്പിച്ച് ഞാൻ കോളേജിൽ വരാതിരുന്ന കാലത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം വാഴപ്പള്ളിയിൽ മാണിസാറിനോടൊപ്പം അന്വേഷിച്ച് വന്ന് രോഗം ചുമയും പനിയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ചില നാടൻ പ്രതിവിധികൾ ഉപദേശിക്കാൻ അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു. കുരുവിള സാറിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ മേലാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഈ പടിയറയെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്.
സ്കൂളിലായിരുന്നു എന്ന് മാത്രം. OJK സെൻറ്റ് ബർക്ക്മെൻസിൽ ചേർന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ നിന്നാണ് ബോട്ടണിയിലേക്ക് മാറിയത്. ഇത് മാർ ഇവാനിയോസ് കോളേജ്. എന്നെ ഇവിടെ എത്തിച്ചത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ സാറായിരുന്നു. അദ്ദേഹത്തെയും എനിക്ക് വലിയ പ്രിയമായിരുന്നു. 3-4 ദിവസം അടുപ്പിച്ച് അദ്ദേഹം കോളേജിൽ വരായിരുന്നപ്പോൾ ആരോ പറഞ്ഞു ഇദ്ദേഹം ബാംഗ്ലൂരിൽ IAS എഴുതാൻ പോയിരിക്കുകയാണെന്ന്. അതിൻ്റെ ചുവട് പിടിച്ചാവണം. മെഡിക്കൽ കോളേജിൽ ചേർന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും IASന് ഒന്ന് പൊരുതി നോക്കി. അതിൻ്റെ ഹാൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ പ്രിൻസിപ്പാളിൻ്റെ BA BSc പാസ്സായ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സിഗ്നേച്ചർ വേണം. അന്ന് ഞാൻ പഠിച്ചിരുന്നപ്പോൾ SP കോളേജിൽ വൈസ് പ്രിൻസിപ്പാളായിരുന്ന ഫാദർ കാളാശ്ശേരിയായിരുന്നു മാർ ഇവാനിയോസിലെ പ്രിൻസിപ്പൽ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അവിടെ ചെന്ന് പിടിക്കാൻ പോയി. ചങ്ങനാശ്ശേരി വരെ വരാതെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അദ്ദേഹം പെട്ടെന്ന് ഒരു അകാരണമായി പൊട്ടിച്ചിരിക്കുന്നൊരു അച്ഛനായിരുന്നു. വേറെ ആരെയും അതുപോലെ പിന്നീട് കണ്ടിട്ടില്ല. അദ്ദേഹത്തോടെ ഇന്ന് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ മെഡിസിനല്ലേ പഠിക്കണേ? ഞാൻ പറഞ്ഞു അതെ. ഇത് രണ്ടും കൂടെ നടക്കുമോ? പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ഏതായാലും അത് ഒപ്പിട്ട് തന്നു. പരീക്ഷ എഴുതി, സെലക്ഷൻ ഗ്രേഡിൽ എത്തിയില്ല. അത് വേറെ ഒരു നീണ്ട കഥ. അത് സെബാസ്റ്റ്യൻ സാറിനെ അനുകരിക്കാൻ ശ്രമിച്ചതിൽ നിന്നുണ്ടായ ഒരു ഉദ്യമമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് റാങ്കിങ് സാധാരണ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. പന്തയ കുതിരകളുടെ മാതിരി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾ ഫസ്റ്റ് റാങ്ക്. അന്ന് എല്ലാ കോളേജുകൾക്കും കൂടി ഒരൊറ്റ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നുള്ളൂ സംസ്ഥാനത്ത്, ട്രാവൻകൂർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അവിടെ ആ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയാൽ പിന്നീട് സ്റ്റേറ്റ് ഫസ്റ്റ് എന്നാണ് പറയുക. സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് എന്ന് പോലും പറയില്ല, സ്റ്റേറ്റ് ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ട് അതിഭയങ്കര കോമ്പറ്റീഷനാണ് കോളേജുകൾ തമ്മിൽ. സാധാരണ രീതിയിൽ SN കോളേജിൽ അല്ലെങ്കിൽ SD കോളേജിലൊക്കെ ആരാണ് ബോട്ടണിക്ക് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയാം. കോമ്പറ്റീഷൻ വളരെ ശക്തമായിരുന്നു. കുരുവിള സാറ് പലപ്പോഴും എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. SN കോളേജിലൊരു ഹരിദാസുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ. ഇത് ഞാൻ എൻ്റെ ഈ മാലയിൽ 5-8 വർഷമായിട്ട് ഇടുന്ന ഒരു മെഡലാണ്. ഇതെനിക്ക് SP കോളേജിൽ നിന്ന് 2 സ്വർണ്ണ മെഡൽ കിട്ടി. സ്റ്റേറ്റ് ഫസ്റ്റ് ഇംഗ്ലീഷിന്, പിന്നെ ഒന്ന് ബോട്ടണിക്ക്. ഇതിപ്പോൾ ഇട്ടിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ആണ്. ഇതിൽ സെൻറ്റ് ബർക്ക്മെൻസിൻ്റെ അടയാളം കാണാം. ഇത്തരം ഗോൾഡ് മെഡൽ കുറേ വർഷമായി ഒരു കോളേജും സബ്ജക്ട്സിനൊന്നും ആർക്കും കൊടുക്കുന്നില്ല. സ്പോർട്സിന് ചിലപ്പോൾ കിട്ടിയേക്കും. ഇതിൽ എഴുതിയിട്ടുണ്ട് വാട്സ് മെഡൽ എനിക്ക് തന്നിരിക്കുന്നതായിട്ട്. വാട്സ് മെഡൽ അന്ന് ഇംഗ്ലീഷിനുള്ള മെഡലാണ്. വാട്സ് എന്ന സാഹിബായിരുന്നു അന്ന് തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ദിവാൻ. അന്നെന്ന് വെച്ചാൽ 1929 വരെ, ഈ മെഡലൊക്കെ തരുന്നതിന് 25 വർഷം മുമ്പ് വരെ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത മെഡലാണ്. മറ്റേ മെഡൽ മൂലയിൽ പാപ്പച്ചൻ മെമ്മോറിയൽ ബോട്ടണി. 2 മെഡൽ ഒന്നിച്ചിടുന്നത് ശരിയല്ല എന്ന് കഴിഞ്ഞിട്ട് ഇട്ടിട്ടില്ല. ഇത് സാക്ഷാൽ ഏലിക്കുട്ടി, ഹസ്ബൻഡ് തോമസ് കട്ടപ്പുറം. ഇവർ രണ്ടുപേരും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിലരുടെയൊക്കെ മുഖത്തിൽ ചിരിയുണ്ട്. ശരിയാണ്, പ്രേമവിവാഹമാണ്. ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 70 വർഷം മുമ്പ് ഇങ്ങനെയൊരു പ്രേമ നാടകം അരങ്ങേറിയെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസം കാണും. പക്ഷേ അതിൽ എൻ്റെ ഒരു കൈയുണ്ടായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, നല്ല നടത്തിപ്പിന് സർട്ടിഫിക്കറ്റുള്ള കുട്ടി എന്നുള്ള നിലയിൽ ഫൈനൽ BSc പരീക്ഷ എടുത്തപ്പോൾ പ്രേമലേഖനം കൈമാറുന്നത് എൻ്റെ ഒരു തൊഴിലായി മാറി. ഓട്ടോഗ്രാഫിനകത്ത് വെച്ച് എഴുതിക്കാനും മറുപടി മേടിക്കാനും എന്നുള്ള രീതിയിൽ ആ പ്രക്രിയകൾ അന്ന് അങ്ങനെ നടന്നുകൊണ്ടാണ് ഇന്ന് ലൈലയും മിനിയും ഇവിടെ ഇരിക്കുന്നത്. ഒരാൾ പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റ്, മറ്റേയാൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ. എലിക്കുട്ടിയാണ് ഇവിടെ ആദ്യമായിട്ട് സ്കോളർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2004 ആ മീറ്റിങ്ങാണിത്. എലിക്കുട്ടി പ്രസംഗിക്കുന്ന കാണാം.
അവിടെ ടിറ്റോ സാറ് എന്ന വൈസ് പ്രിൻസിപ്പാളും HODയും ആയിരുന്നു. ഏലിക്കുട്ടി കാണിച്ച വഴിയിലൂടെയാണ് ഞങ്ങളിൽ പലരും പിന്നീട് നടന്നു തുടങ്ങിയത്. ഇങ്ങനെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള സഹകരണത്തിന് വഴിമരുന്നിട്ടത് ഏലിക്കുട്ടിയാണ്. ഇതിവിടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തോമസ് കട്ടപ്പുറം ഗിഫ്റ്റ് ചെയ്ത ഹോഴ്സിൻ്റെ ഒരു സ്കെലട്ടനാണ്. നിങ്ങൾ പലരും കണ്ടു കാണും. ഇത് നിങ്ങൾക്കൊക്കെ അറിയാം, സെൻറ്റ് തോമസ് ഹോസ്റ്റൽ. ഇവിടെയാണ് എൻ്റെ 2 മക്കളും താമസിച്ചതും പ്രീ ഡിഗ്രി എഴുതിയതും പിന്നീട് എൻട്രൻസ് പാസ്സായതും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറിയതും അമേരിക്കയിലേക്ക് ചേക്കേറിയതും. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴി എനിക്ക് പെട്ടെന്നൊരു നോസ്റ്റാൾജിക് അറ്റാക്ക് ഉണ്ടായി. ഇവരുടെ ആ റൂംസ് ഒന്നുകൂടെ കാണണം, പണ്ട് വല്ലപ്പോഴും പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു സൺഡേ വൈകുന്നേരം ഈ ഹോസ്റ്റലിലേക്ക് ചെന്നു. കുറച്ച് സ്റ്റുഡൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു അപരിചിതൻ സന്ധ്യയ്ക്ക് കയറി വരുന്ന കണ്ടാൽ അസുഖകരമായ പല ചോദ്യങ്ങളുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും എൻ്റെ പാറിപ്പറന്ന തലമുടിയും ചുക്കിച്ചുളുങ്ങിയ ഷർട്ടുമൊക്കെ കണ്ടപ്പോൾ ഇത് കിളിപോയ ഒരു പാർട്ടിയാണെന്നാണ് അവർക്ക് ഉടനെ മനസ്സിലാകുകയും അതിൽ ഒരാളായി എന്നെ അംഗീകരിച്ച് അപ്പം തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂം നമ്പർ 7ഉം റൂം നമ്പർ 12ഉം എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. ഞാൻ ഇൻ്റർമീഡിയറ്റ് HD കോളേജിൽ പഠിക്കുമ്പോൾ ഇത്രയും ബ്രിഡ്ജസ് ഒന്നും വന്നിട്ടില്ല, ബസ് സർവീസില്ല, റോഡുകളില്ല. ബോട്ടിലായിരുന്നു തിരുവല്ലയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോയിരുന്നത്, ആഴ്ചതോറും ഒരിക്കൽ. അപ്പോൾ ആ ബോട്ട് യാത്ര എനിക്ക് ഇഷ്ടമായിരുന്നു. 4 മണിക്കൂർ എടുക്കും, ഇപ്പോൾ 3/4 മണിക്കൂർ മതി. അതുകൊണ്ട് 3-4 കൊല്ലം മുമ്പ് കോട്ടയത്ത് നിന്നും ഒരു ജെട്ടിയിൽ നിന്നും ബോട്ടിൽ കയറി. ഈ തിരുവല്ല ആലപ്പുഴ ബോട്ട് സർവീസൊക്കെ പണ്ടേ നിന്നുപോയിരുന്നു. ആ ബോട്ടിൽ 3.5 മണിക്കൂർ എടുത്ത് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വന്നു. ബോട്ടിനകത്ത് നിന്ന് നോക്കിയാൽ കാണാം ഈ കുളവാഴകൾ കാരണം മൂടിക്കിടക്കുന്ന വേമ്പനാട്ട് കായലും തോടുകളും ഒക്കെ. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന കുളവായൽ ദ്വീപുകളിൽ കൊക്കും ഇരണ്ടകളുമൊക്കെ മീൻ പിടിക്കാൻ കാത്തിരിക്കുന്നത് അന്നും കണ്ടിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം കോളേജ് വിട്ട് ആലപ്പുഴ നിന്നും 4 മണിക്കൂർ നേരം എടുക്കുന്ന ഈ ബോട്ടിൽ കയറി യാത്ര ചെയ്യുന്നത് എനിക്കിഷ്ടമായിരുന്നു. ചുറ്റും സന്ധ്യ ഇരുളുമ്പോൾ ബോട്ടിൻ്റെ മുമ്പിൽ പെട്രോമാക്സ് ഒരു റാന്തൽ കത്തിച്ച് തൂക്കുകയും ഈയാമ്പാറ്റകൾ അതിന് ചുറ്റും പറന്നു നടക്കുകയും മണ്ണെണ്ണയുടെയും ഡീസലിൻ്റെയും മണം കലർന്ന ഈറൻ കാറ്റ് മുഖത്ത് അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു. അത് ഒരിക്കൽ കൂടി അനുഭവിക്കാനാണ് ഈ നട്ടുച്ച നേരത്തെ യാത്ര നടത്തിയത്. ഇത് നമുക്കൊക്കെ അറിയാം, ഹിബിസ്കസ് റോസാസിനൻസിസ് നിങ്ങളുടെ ഭാഷയിൽ മാൽവേസിയാണ്. ഇപ്പം റീക്ലാസിഫിക്കേഷൻ ഉണ്ട്, മാൽവേസിയ വേറെ ഫാമിലിയൊക്കെ ചേർത്ത് വലുതായി. എൻ്റെ പിഗ്മെൻ്റ് ബീറ്റുവൽസ് ഫുഡ് സ്റ്റഫിന് കളർ ചേർക്കാൻ ഉപയോഗിക്കും, ഷാമ്പു ഉണ്ടാക്കാം, കണ്ടീഷണർ ഉണ്ടാക്കാം. അങ്ങനെ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ഈ കോട്ടയം ബോട്ട് യാത്ര കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു പൂവുമായി എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് വന്ന് എനിക്കത് സമ്മാനിച്ചു. ചെവിയിൽ വെച്ചോളൂ, ചേരും എന്ന് പറഞ്ഞു. ഒരു വാടാത്ത പ്ലാസ്റ്റിക് പൂവാണ് ഉദ്ദേശിച്ചത്, കിട്ടിയില്ല. പറഞ്ഞതിൽ കുറച്ച് വാസ്തവം ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് യഥാസ്ഥാനത്ത് വെച്ചു. ഇത് തിരുവനന്തപുരത്ത് പേട്ടയിൽ ഉള്ള ഒരു മിഡിൽ സ്കൂൾ ആയിരുന്നു NSSൻ്റെ. അവിടെ 7ാം ക്ലാസ്സിൽ ഞാൻ 1 കൊല്ലം പഠിച്ചിരുന്നു. പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി ഒരു നോസ്റ്റാൾജിക് അറ്റാക്ക് ഉണ്ടായി. അവിടെ പഠിപ്പിച്ചിരുന്ന ചില സാറുമാരെ ഓർമ്മ വന്നു. അത് കാരണം ഒരു ഉച്ച നേരത്ത് ഞാൻ അവിടെ കയറി ചെന്നു. ഇതിൽ കയറി, ഇവിടെയാണ് ഓഫീസ്. ഞാൻ ഓഫീസിൽ കയറിയ ഉടനെ തന്നെ ഒരു 5-6 ക്ലർക്കന്മാർ ചാടി എഴുന്നേറ്റു. ഇത്തരം പരസ്യമായ ബഹുമാനം സ്വീകരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി. അപ്പോഴാണ് അവിടെ DO ഓഫീസിൽ നിന്നും ഒരു സർപ്രൈസ് ഇൻഫെക്ഷൻ ആ ആഴ്ച ഉണ്ടാകും എന്നവർക്ക് വിവരം കിട്ടിയിരുന്നു. അതിൽ ഒരു ക്ലർക്ക് മേശയുടെ ഡ്രോയിൽ നിന്ന് ഒരു എഴുത്തെടുത്ത് എൻ്റെ കൈ കൊണ്ടു തന്നു. HM ലീവാണ്, ലീവ് ലെറ്ററുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് പലരും മാഷന്മാരായിരുന്നുകൊണ്ട് എനിക്കറിയാം
ഒരു ദിവസം വന്നില്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ട് പിന്നീട് അതിനെപ്പറ്റി ചോദ്യം ഉണ്ടായില്ലെങ്കിൽ ആ ലീവ് ലെറ്ററും അപ്രത്യക്ഷമാവുകയാണ് പതിവ്. ഞാൻ വന്ന കാര്യം പറഞ്ഞപ്പോൾ അവരൊരു ജാഥയായി എൻ്റെ അനുഗമിച്ച് എൻ്റെ ക്ലാസ് റൂം നിന്നിരുന്ന ഒരു ലോങ് ഷെഡുണ്ട് ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ പിറകിൽ, അവിടെ കൊണ്ടുപോയി. എൻ്റെ മേൽക്കൂര മുഴുവൻ പോയിരുന്നു. അതിൻ്റെ വലിയ തൂണുകൾ ഇരുമ്പ് ചുറ്റി വെച്ച് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മറ്റൊരു കെട്ടിടം പണിയാനായിട്ട് ഈ കെട്ടിടം മിക്കവാറും നാമാവശേഷമായിരുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. 2010 ഏലിക്കുട്ടിയുടെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ട് തോമസ് കട്ടപ്പുറത്തിൻ്റെ 20ാം ചരമവാർഷികത്തിൽ ഒരു റീയൂണിയൻ ഞങ്ങളുടെ ക്ലാസ്സിനെ നടത്തണമെന്ന് ഏലിക്കുട്ടിക്ക് ആഗ്രഹമുണ്ടായി. ഞാനും കൂടെ നിന്നു. ഇവരുടെയൊക്കെ മേൽവിലാസം കണ്ടുപിടിക്കുക പ്രയാസമായിരുന്നു. ഈ ഓട്ടോഗ്രാഫിൽ എല്ലാവരുടെയും പേരും ഇന്ദിരാഗാന്ധിയോ ഷാറൂഖ് ഖാനോ വെറുതെ പേര് മാത്രം എഴുതി ഗുഡ് ലക്ക് എന്നൊക്കെ എഴുതി ഇങ്ങനെ ഒപ്പിടും. ഇവരുടെ എവിടെ നിന്നാണെന്നോ വീട്ടുപേരൊന്നും ഒരിക്കലും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വരെ അറിയാം ഏതെങ്കിലും കുട്ടികൾ. അന്ന് ഈ ഓട്ടോഗ്രാഫ് വെച്ചിട്ട് നോക്കിയിട്ട് 40 പേരിൽ 3 പേരെ അതിൽ അഡ്രസ്സും പേരും മേൽവിലാസവും എല്ലാം കംപ്ലീറ്റ് എഴുതിയിരുന്നു. ഞങ്ങളൊരു 4 പേരെ ഫുൾ ടൈം 3 ആഴ്ചത്തേക്ക് നിയോഗിച്ചു. യാത്ര ചെയ്യുക, അഡ്രസ്സ് അറിയാവുന്നവരുടെ അവിടെ ചെന്ന് ചോദിക്കുക, അവർക്കറിയാവുന്ന 1-2 പേര് കാണും, അവിടെ ചോദിക്കുക. ഇങ്ങനെ 36 പേരുടെ എല്ലാ വിവരങ്ങളും 40-ൽ ഞങ്ങൾ നേടിയെടുത്തു. അതിൽ 17 പേർ മരിച്ചു പോയിരുന്നു. ബാക്കിയുള്ളവരിൽ ഒരു 14 പേർ അന്ന് ഏലിക്കുട്ടിയുടെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എല്ലാവരും നിങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ അർമാദിച്ചു, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാം ഗ്രൂപ്പായിട്ടിരുന്നു. ഇതിൽ ഞങ്ങളുടെ ലീഡർ ഒരു മേരി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു അവരുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരേക്കാൾ കൂടുതലായിട്ട് ആശുപത്രിയിൽ കിടന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അവർക്ക് അനാരോഗ്യം എന്തെങ്കിലും ഉള്ളതായിട്ട് കണ്ടിട്ട് തോന്നിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം വീട്ടുകാരുടെ പിന്നെ നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ രാത്രിയിൽ കൂട്ടുനിൽക്കാൻ ആശുപത്രിയിൽ പോവുകയാണ് അവരുടെ പ്രധാന ജോലി. ഇവിടെ ചെത്തിപ്പുഴ ആശുപത്രി മുതൽ തിരുവനന്തപുരത്ത് RCC വരെ അവർ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ദിവസം കിടന്നിട്ടുള്ളത്. ഈ യൂണിയന് ശേഷം ഒരു 5-8 പേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. ഗുഡ് മോർണിംഗ് അയയ്ക്കുക, വാട്സാപ്പ്, എൻ്റെയൊക്കെ സമയമായി അന്നത്തേക്ക്. അതിൽ ഈ മേരി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു 2 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരുന്നപ്പോൾ അവർക്ക് തോന്നി അവരുടെ വീടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ വേണ്ട സാമഗ്രികളെല്ലാമായി അവർ ചട്ടും പുറത്ത് കയറി അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് അടുക്കളയിലേക്ക് കയറി. അവിടെ സീലിംഗ് ആസ്ബെസ്റ്റോസ് ആണെന്നുള്ളവർ മറന്നുപോയി. നിന്ന പാടെ അവർ കിച്ചൺ ഫ്ലോറിലേക്ക് വീണു. ഇത്രയും കേട്ടപ്പോൾ ഞാൻ വളരെ അനുകമ്പയോടുകൂടി ചോദിച്ചു, കിച്ചൺ ഫ്ലോറിന് വല്ലതും പറ്റിയോ? അത് അവർ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്നും 2 ദിവസം മുമ്പാണ് വീണതെന്നും ഈ സംസാരം കേട്ടപ്പോൾ വളരെ വ്യക്തമായിരുന്നു അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യത്വമില്ലാത്ത ഒരാൾ ഡോക്ടറെന്നും പറഞ്ഞ് നടക്കുന്നതെന്നോ എന്തൊക്കെ പെറുപുറത്ത് അവർ കട്ട് ചെയ്യും. പക്ഷേ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ മേരിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അബദ്ധം പറ്റിയതാണ്, ഇനി ഉണ്ടാകില്ല, ഇനി വീഴുമ്പോൾ എന്നെ വിളിച്ചാൽ അപ്പം തന്നെ ഞാൻ ആശുപത്രിയിലെത്തും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നീട് ഗുഡ് മോർണിംഗ് ഒക്കെ കുറേ കാലം കൊണ്ട് തുടർന്നു. ഇപ്പോൾ കാണാനില്ല. ഇത് അന്നവിടെ കൂടിയതിൽ ചിലരാണ്. ഇവരിൽ പലരും ഇന്നില്ല. ആൻ്റണി അച്ഛൻ, ജോസഫ്, ഇവരൊന്നും ഇന്നില്ല. ഇതെൻ്റെ അച്ഛൻ മങ്ങാട്ട് ശ്രീ മാധവൻ പിള്ള. അച്ഛനും ബോട്ടണി ഗ്രാജുവേറ്റ് ആയിരുന്നു. അന്ന് BSc എന്നല്ല BA എന്നാണ് പറയുക, BA ബോട്ടണി. അന്ന് തിരുവിതാംകൂറിൽ ഗ്രാജുവേറ്റ് കോഴ്സ് ഓഫർ ചെയ്യുന്ന കോളേജുകൾ 3-4 ഉള്ളൂ. അത് കാരണം തമിഴ്നാട്ടിൽ മധുരയിൽ അമേരിക്കൻ കോളേജിൽ പോയിട്ടാണ് BSc ബോട്ടണി പഠിച്ചത്. അതിപ്പോഴും നല്ല നിലയിൽ നടക്കുന്നൊരു കോളേജാണ്. ഏതാണ്ട് 2 ക്യാമ്പസിലായി 10,000-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ റേറ്റിംഗ് അനുസരിച്ചിട്ട് ഇപ്പോൾ
54-ാമത്തെ സ്ഥാനമാണ് മെറിറ്റിലുള്ളത് പരസഹസ്രം കോളേജുകളിൽ വെച്ചിട്ട്. ഇത് അച്ഛൻ്റെ ഹെർബേറിയമാണ്. കഴിഞ്ഞ മാസം ഞാൻ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിലെ പല പേജുകളിലും ഒട്ടിച്ചിരിക്കുന്ന ചെടികളുടെ സ്പീഷീസിനെയും ഫാമിലിനെയും എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ഡേറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ പേജിൽ പ്രിൻ്റ് ചെയ്തിരുന്നു. സാമാന്യം നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ട ഒരു ഹെർബേറിയമാണ്. ഇവിടെ ഇതൊക്കെ പ്രിൻ്റഡ് ലെവലാണ്. അന്നത്തെ കാലത്ത് 1925 100 വർഷം കൃത്യം തികയായിരുന്നു. ഞാൻ അമേരിക്കൻ കോളേജിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ ജയാക്കറെ വിളിച്ച് സംസാരിച്ചു. ആ കോളേജ് കാണണമെന്ന് പണ്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പലപ്പോഴും ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഞാൻ ഈ ഹെർബേറിയം ആ കോളേജിന് ഗിഫ്റ്റ് ചെയ്യുകയാണ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിന്. അദ്ദേഹം അടുത്ത ശനിയാഴ്ച തന്നെ എത്താൻ പറഞ്ഞു. ഇതാണ് 150 കൊല്ലം പഴയ അമേരിക്കൻ കോളേജിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ്. പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൻ്റെ അകത്തെയാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിന് ഹെർബേറിയം ഗിഫ്റ്റ് ചെയ്തു. അദ്ദേഹം HOD പലരെയും ബോട്ടണിയുടെ ഇംഗ്ലീഷിൻ്റെ പിന്നെ ആലുമിനിയുടെ പ്രസിഡൻ്റ് എല്ലാവരെയും വിളിച്ച് വരുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. 100 വർഷത്തിന് ശേഷം ഈ പുസ്തകം അതിന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നാണ്. അദ്ദേഹം അവിടുത്തെ മ്യൂസിയത്തിൽ വയ്ക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. വലിയ മ്യൂസിയമാണ്. 150 കൊല്ലം പഴക്കമുള്ള പല റെക്കോർഡുകളും സാധന സാമഗ്രികളൊക്കെ അവിടെ കാണാം. ഇത് ഇംഗ്ലീഷ് പ്രൊഫസറാണ്, ആലുമിനിയുടെ പ്രസിഡൻറ്റുമാണ്. അവിടെ ഓഡിറ്റോറിയത്തിൽ എന്നെ ഇങ്ങനെ പിടിച്ചിരുത്തി ഹെർബേറിയം പുറത്ത് തുറന്നു വെച്ചു. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ സ്റ്റുഡൻസും എല്ലാം നിർത്തി ഉടനെ താഴെ ഓഡിറ്റോറിയത്തിൽ വരാൻ അദ്ദേഹം ഓർഡർ ഇട്ടു. ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നു. ഹെർബേറിയം ഇവിടെ തുറന്നു വെച്ചു. കുട്ടികളൊക്കെ ക്യൂ ആയിട്ട് അതിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ വന്ന് ഹെർബേറിയത്തിന് എന്നെയും മാറി മാറി നോക്കി കടന്നുപോയി. ഞാൻ ഈ വഴിയരികിൽ തുണിയൊക്കെ വിരിച്ച് ഒരു തത്തയും കൂട്ടിലിട്ട് ഹസ്തരേഖാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളെപ്പോലെ അവിടെ ഇങ്ങനെ ഇരുന്നു കൊടുത്തു. വളരെ ഇത് കൃത്യം 100 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന ഹോസ്റ്റലാണ്. അന്ന് ആ കോളേജിന് ഒരു ഹോസ്റ്റലേ ഉള്ളൂ. അതിലെ ചില മുറികളിലൊക്കെ ഇറങ്ങി നടക്കുകയും കൊറിഡോറിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്ത് നോസ്റ്റാൾജിക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കി. പോരാൻ നേരത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും താഴെ വന്ന് സ്നേഹത്തോടെ ഞങ്ങളെ യാത്രയാക്കി. ഇത് ആലപ്പുഴ SD കോളേജാണ്. ഇവിടെയാണ് ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിച്ചത്. ഇടയ്ക്കൊക്കെ ചില ഞായറാഴ്ച അതിന് ചുറ്റുമൊക്കെ ഞാനിങ്ങനെ കറങ്ങി നടക്കാറുണ്ട്. പക്ഷേ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ കയറിയിരുന്ന ക്ലാസ് റൂമിൽ ഒന്നുകൂടി ഇരിക്കണമെന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ അവർ ബോട്ടണി ആയിരുന്നു. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാൾ നേരിട്ട് പരിചയമില്ലെങ്കിലും പ്രഭാകർ സാറിനെ കോൺടാക്റ്റ് ചെയ്തു. അദ്ദേഹവും അവധി ദിവസമായ ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. കണ്ടൊരു PG സ്റ്റുഡൻ്റാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം അതിൻ്റെ പ്രിൻസിപ്പാളാണ്. അദ്ദേഹം തന്നെ എൻ്റെ കൂടെ വന്ന് എല്ലാ കാണേണ്ട മുറികളും തുറന്ന് കാണിച്ചു. ഇത് അന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ ക്ലാസ് ബോട്ടണി ലെക്ചർ ഹാൾ. അതിൽ ഫ്രണ്ട് ബെഞ്ചിൽ എൻ്റെ പേര് A കൊണ്ട് തുടങ്ങുന്ന കാരണം ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു. അതേ സ്ഥാനത്ത് തന്നെ ഞാൻ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ ഡെസ്ക് ബെഞ്ച് ഒന്നും മാറ്റിയിട്ടില്ല, തേക്ക് കൊണ്ടൊന്നും ഉണ്ടാക്കിയതാണ്, അറ്റകുറ്റപ്പണി ചെയ്തിട്ടുള്ളൂ, ഒരു പക്ഷേ ആ ഡെസ്ക് തന്നെ ആയിരിക്കാം. എൻ്റെ ഫോട്ടോയും അദ്ദേഹം എടുത്തു. ഇവിടെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു ശങ്കർ റാവു എന്ന ലെക്ചറായിരുന്നു ആദ്യത്തെ ക്ലാസ് എടുത്തത്. ആദ്യത്തെ ദിവസം അദ്ദേഹം ഈ ബോട്ടണിയെ പറ്റിയൊക്കെ ഫാൻറോംസ്, ടെറിഡോഫിറ്റ, ബ്രയോഫിറ്റ, ക്രിപ്റ്റോംസ് എന്നൊക്കെ ഒരുപാടൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ആകാശത്തേക്ക് വെടിവെക്കുന്ന മാതിരി എല്ലാ സ്റ്റുഡൻസിനോട് കേട്ടൊരു ചോദ്യം, വാട്ട് ഈസ് എ പാരസൈറ്റ്? അത് ഹൈസ്കൂളിലൊന്നും പഠിക്കാനില്ല. ആ ഒരു വാചകത്തിൻ്റെ ഭംഗി കാരണം എൻ്റെ മനസ്സിൽ ഉടക്കിക്കിടന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. എ പാരസൈറ്റ് ഈസ് എൻ ആനിമൽ ഓർ എ പ്ലാന്റ് which depends on other animals or plants for part or whole of their food. അത് എഴുന്നേറ്റ് ഇന്ന് ഞാൻ പറഞ്ഞതോടുകൂടി ഇത്രയും പെർഫെക്റ്റായിട്ടൊരു ഡെഫിനിഷൻ അദ്ദേഹം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വാനോളം പുകഴ്ത്തി. അങ്ങനെ ആദ്യ ദിവസം ആദ്യ ക്ലാസ്സിൽ തന്നെ
സ്ഥലത്തെ ഒരു പ്രധാന ദിവ്യനാകാൻ എനിക്ക് കഴിഞ്ഞു. ഇതാണ് സാക്ഷാൽ ഓട്ടോഗ്രാഫ്. നിങ്ങൾക്ക് അപരിചിതമായിരിക്കും. ഒരു കാലത്ത് എല്ലാ സ്റ്റേഷനുകടയിലും പൂക്കളുടെ പടവും പ്ലാസ്റ്റിക് കവറിങ്ങും ഒക്കെ ആയിട്ട് ഇത് വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാൻ അന്യം നിന്നുപോയ ഒരു ശീലമാണ് ഈ ഓട്ടോഗ്രാഫ്. എസ് ടി കോളേജിൽ പോയപ്പോൾ ഈ എസ് ടി കോളേജിൻ്റെ ചുവട് പിടിച്ച് അവരുടെ ഒരു റീയൂണിയൻ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഇപ്പോൾ പറഞ്ഞതുമാതിരി ഇതിൻ്റെ അകത്ത് കാര്യമായ വിവരമൊന്നും കിട്ടുകയില്ല. 3 പേരുടെ പേരറിയായിരുന്നു. അവർ 3 പേരും ജീവിച്ചിരിപ്പില്ല. പിന്നെ ഏറ്റവും എൻ്റെ അടുത്തൊരു സുഹൃത്ത് ജയൻ ഉണ്ടായിരുന്നു. അയാൾ വീട്ടുപേര് എഴുതി മാവേലിക്കര എന്ന് എഴുതിയിട്ടുണ്ട്. മാവേലിക്കര വലിയ മുനിസിപ്പാലിറ്റിയാണ്. ഈ വീട് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനായി ഞാൻ ഒരാളെ നിയോഗിച്ചു. അയാൾ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ചു. ഒടുവിൽ ആ വീട് കണ്ടുപിടിച്ചു. അദ്ദേഹം 3 വർഷം മുമ്പ് മരിച്ചുപോയി. ഈ 10-70 വർഷം കഴിഞ്ഞ് ഒരു സുഹൃത്തിനെ അന്വേഷിച്ച് വരുന്ന മറ്റേ സുഹൃത്ത് ആരാണെന്നറിയാൻ അവരുടെ ഫാമിലിക്ക് കൗതുകമായി. അതുകൊണ്ട് എന്നെ കണ്ടാൽ കൊള്ളാം എന്നവർ അറിയിച്ചു. അതനുസരിച്ച് ഒരു ദിവസം ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ എൻ്റെ ബ്രോയോട് പറഞ്ഞായിരുന്നു, ഓട്ടോഗ്രാഫിൻ്റെ അകത്തൊരു 4 പേജാണ് ജയൻ എഴുതിയിരുന്നത്. താൻ ഡോക്ടറാകുമ്പോൾ എന്നെ കമ്പൗണ്ടറാക്കണം എന്നൊക്കെയുള്ളതാണ് ആ രീതിയിൽ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ വിവാഹത്തിന് എത്രയോ മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് സ്വന്തം ഹസ്ബൻഡിൻ്റെ കൈപ്പടിയിൽ 4 പേജ് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളോർത്ത് അതൊന്ന് നേരിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. അത് നേരിട്ട് വായിക്കുമ്പോൾ അവർ നൃത്തം ചെയ്യുമോ വാവിട്ട് വിളിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ബ്രോയോട് പറഞ്ഞിരുന്നു അവരുടെ മുഖത്തുണ്ടാകുന്ന പരസഹസ്രം ഭാവവ്യത്യാസങ്ങളൊന്നും പോകാതെ ഒപ്പിയെടുക്കണം, ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പോൾ അതിന് തയ്യാറായി. പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലെത്തി. നേരത്തെ പറഞ്ഞിരുന്നു അവരിരുന്ന് കഴിഞ്ഞിട്ട് ഇരിക്കാവൂ, ലൈറ്റ് അടിക്കുന്ന രീതിയിൽ ക്യാമറയിൽ ഒക്കെ നോക്കി വേണം ഇരിക്കാൻ എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ബ്രോ കുറേ പരിശീലനം നടത്തുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഷാജി കരുൾ, വേണു, അവരെയൊക്കെ പോലെ. പക്ഷേ പുള്ളി പുതിയ സംവിധായകരെ പോലെയൊക്കെയാണ് കാണിച്ചത്. നമ്മുടെ ജില്ലിക്കെട്ട്, ബാംഗ്ലൂർ ഡേയ്സിലൊക്കെയുള്ള ഗിരീഷ് ഗംഗാധരൻ, സാഹിർ തമീർ, അവരുടെയൊക്കെ മാതിരി നിലത്ത് കിടന്നെടുക്കുക അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു ഭാവവ്യത്യാസവും വിട്ടുപോയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെയാണ് ഇവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് വന്നു. അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചതാണ്. ഇവരവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ ലാംഗ്വേജ് ടീച്ചറായിരുന്നു. പിന്നെ ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഓട്ടോഗ്രാഫിൽ നിങ്ങളുടെ ഹസ്ബൻഡ് എഴുതിയ ഒരു 4 പേജുണ്ട്, അത് നിങ്ങൾ വായിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, അത് തരാം എന്ന് പറഞ്ഞു. വളരെ ആവശ്യത്തോടെ അവർ എന്നിൽ നിന്നും ഓട്ടോഗ്രാഫ് പിടിച്ചു വാങ്ങിച്ചു. അതിൽ കുറേ നേരം അവരിങ്ങനെ തുറച്ചു നോക്കി. ഞാൻ ആദ്യമൊന്ന് ഭയപ്പെട്ടു, സംഗതി കൈവിട്ടു പോയോ. അതിങ്ങനെ വെച്ച് കുറേ നേരം നോക്കി നിൽക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ പതുക്കെ പറഞ്ഞു, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അവർ സിംഗപ്പൂരിലാണ് ജനിച്ചതും വളർന്നതും. മലയാളം സംസാരിക്കും, കേട്ടാൽ മനസ്സിലാകും, പക്ഷെ വായിക്കാൻ അറിയില്ല. അതോടുകൂടി ഞാൻ നിരാശനായി. ഈ ചരിത്രപ്രധാനമായൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. അതവർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ കാണാൻ. അപ്പോൾ അവർ പറഞ്ഞു, അത് സാരമില്ല, എൻ്റെ മകൾ വായിക്കും എന്നും പറഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. അപ്പോൾ അവരുടെ മകൾ വന്നു. ഇത്രയുള്ള കാര്യം എന്നുള്ള മട്ടിൽ ഓട്ടോഗ്രാഫ് മേടിക്കുകയും അവരും ഇതുപോലെ തന്നെ അതിൽ തുറച്ചു നോക്കുകയും ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങി. എന്തു പറ്റി എന്ന് നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത്, അവരുടെ കണ്ണാടി ലെൻസ് മാറ്റാൻ കൊടുത്തിരിക്കുകയാണ്, അടുത്ത വെള്ളിയാഴ്ചയെ കിട്ടുകയുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധി തോന്നി, നീ എൻ്റെ കണ്ണാടി ഒന്ന് വെച്ച് നോക്കി, ചിലപ്പോൾ പറ്റും. ആ കണ്ണാടി വെച്ചിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ നിരാശനായി. ഇത് വേറെ ആരെങ്കിലും വായിച്ചിട്ട് കാര്യമില്ല, അവർ തന്നെ വായിച്ചാലേ അതിൻ്റെ ആ വികാര വിസ്ഫോടനങ്ങൾ ഉണ്ടാവൂ എന്ന് തോന്നിയിരുന്നു. ഏതായാലും അവർ പറഞ്ഞു, എന്നാൽ ഉരിയാണ് കൊച്ചുമകളിവിടെ ഉണ്ട്, അവളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒരു പാവാടക്കാരി വന്നു. എന്താ നിങ്ങൾ ഈ മുതിർന്നവർക്ക് എന്തറിയാം എന്നുള്ള മട്ടിൽ അത് മേടിച്ചു.
എന്നിട്ട് അതിലും തുറച്ച് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ അമ്മ എനിക്ക് പഴയ ലിപി അറിയാവുള്ളൂ, ഇത് പുതിയ ലിപിയാണ്. ഈ 1968-ലും 1990-ലൊക്കെ മലയാള ലിപി പരിഷ്കരണം ഉണ്ടാക്കിയവരെ ശപിച്ചുകൊണ്ട് പലതവണ വായിച്ചിട്ടുള്ള ഞാൻ തന്നെ അതവരെ വായിച്ച് കേൾപ്പിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ബ്രോയോട് ചോദിച്ചു, വീഡിയോ ഒക്കെ എടുത്തോന്ന്. ബ്രോ പറഞ്ഞു അവരുടെ മുഖത്തുണ്ടായതിനേക്കാൾ കൂടുതൽ വികാര വിസ്ഫോടനങ്ങൾ എൻ്റെ മുഖത്തുണ്ടായതുകൊണ്ട് എൻ്റെ വീഡിയോ ആണ് എടുത്തത്. എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത കാരണം ഡിലീറ്റ് ചെയ്തു. അങ്ങനെ വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോയ ഞാൻ വെറും ശുദ്ധ ശൂന്യതയോടെ തിരിച്ചെത്തി. ഇത് നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് കുര്യാളശ്ശേരി ബ്ലോക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട നോസ്റ്റാൾജിയ പിറന്നത് ഇവിടെയാണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ 2 നോട്ടീസ് ബോർഡ് കാണാം. അതിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അതിപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു. ടലൻറ്റ് ബോർഡാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതാണ്ട് 70 വർഷം മുമ്പ് അതേ സ്ഥാനത്ത് അതേ വലിപ്പത്തിൽ അതുപോലൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. ഡേ സ്കോളേഴ്സിന് വരുന്ന എഴുത്തുകൾ, കോളേജ് അഡ്രസ്സിൽ വരുന്ന എഴുത്തുകൾ അവിടെയാണ് പിൻ ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെയാണ് എൻ്റെ കൗമാര കൗതുകങ്ങളെ കോരിധരിപ്പിച്ച കടിഞ്ഞൂൽ പ്രണയത്തിൻ്റെ പ്രണയലേഖനം പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ അടുത്തുള്ള ലേഡീസ് കോളേജിൽ നിന്നൊന്നും ആയിരുന്നില്ല. ഇത് ഇൻ്റർമീഡിയറ്റിന് ഞാൻ പഠിച്ച കോളേജിൽ ഉള്ള ഒരു കുട്ടി ആയിരുന്നു. അവരവിടെ BSc ബോട്ടണിക്ക് തുടർന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ബോട്ടണി പഠിക്കാൻ ഇങ്ങോട്ട് പോന്നു. അവിടെ വെച്ചോ ഇവിടെ എത്തി 1.5 വർഷക്കാലം 3.5 വർഷം മൂകപ്രേമമായിട്ട് നടന്നിട്ട് പബ്ലിക് എക്സാമിനേഷന് 3-4 മാസം മുമ്പ് എന്തും വരട്ടെ എന്ന് കരുതി ധൈര്യപൂർവ്വം ഞാൻ ആ കുട്ടിക്കൊരു കത്തെഴുതി. അതിന് വന്ന മറുപടിയായിരുന്നു അത്. ആ കത്തും പിടിച്ച് കുര്യാളശ്ശേരി ബ്ലോക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മാനം മുട്ടെ വളർന്നു എന്ന് തോന്നി. എൻ്റെ മനസ്സിൻ്റെ മഹാമൈതാനത്ത് കമാനുകൾ കെട്ടി, തോരണങ്ങൾ തൂക്കി, ചായം തേച്ച് അലങ്കരിച്ച ചമയങ്ങൾ അലങ്കരിച്ചടുക്കി വെച്ച് ഞാൻ കാത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബോട്ടണി പാസ്സായി. ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക്, അവർ സ്റ്റേറ്റ് സെക്കൻഡ് റാങ്ക്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും കണ്ടുമുട്ടി. അവിടെ 6 വർഷം സോളമൻ്റെ ഉത്തമഗീതം പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തടുർത്തു പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അത് ഒരു സിനിമയിൽ പത്മരാജൻ തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ആ രീതിയിൽ 6 കൊല്ലം കടന്നുപോയി. MBBS പാസ്സായി. ഞങ്ങൾ വിവാഹം ചർച്ച ചെയ്തു. നീണ്ട ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ വിവാഹിതരാകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ശരിയായ ശുദ്ധമായ സ്നേഹം മരണം വരെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വിവാഹമെന്ന പരുക്കൻ യാഥാർത്ഥ്യത്തിലൂടെ വലിച്ചിഴക്കരുത് എന്നായിരുന്നു ഞങ്ങളുടെ തത്വം. ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. മരണം വരെ ഇനി കാണുകയില്ല എന്നും വാഗ്ദാനം ചെയ്തു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ വിദേശത്തേക്ക് പറന്നു. അവർ ഇവിടെ ഗവൺമെൻറ് സർവീസിൽ ചേർന്ന് പടിപടിയായി ഉയർന്ന് ഏറ്റവും വലിയ തസ്തികയിലെത്തി. 18 വർഷം മുമ്പ് അവൾ മരിച്ചുപോയി. മരണ വിവരമറിഞ്ഞ് വീട് തേടിപ്പിടിച്ച് ഞാൻ അവിടെ ചെന്നു. അതിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം മുറ്റത്തുള്ള ഉദ്യാനം മുഴുവൻ ഒരേ ഒരു ചെടി,
കലന്ത എന്ന ഓർക്കിഡ്. മരത്തിലും മുറ്റത്തിലും മതിലിലും ചട്ടിയിലും ചുമരിലും എവിടെ നോക്കിയാലും ഒരേ ഒരു ചെടി മാത്രമാണ് കണ്ടിരുന്നത്. അത് അതിൻ്റെ ഒരു ഇൻഫ്ലോറസൻസാണ്. അന്ന് കലന്ത ഇവിടെയൊക്കെ വളരെ സുലഭമായിരുന്നില്ല. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും ഉണ്ട്. ഈ പൂവിനുള്ള ഒരു പ്രാധാന്യം ഞങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിന്ന പ്രണയകാലത്ത് ഞാൻ കൊടുത്ത ഒരേ ഒരു ഉപഹാരം ഒരു കലന്തയുടെ പൂക്കുലയായിരുന്നു, ഹെർബേറിയത്തിൽ വയ്ക്കാൻ. ആ കുട്ടി സ്വന്തം സ്വപ്നങ്ങളൊക്കെ വെറും ഓർമ്മകളായി മാറാൻ കാലത്തിന് വിട്ടുകൊടുക്കാതെ ചുറ്റും സ്വന്തമായി ഒരു കലന്ത കാട് തന്നെ നിർമ്മിച്ച് അതിൻ്റെ സമൃദ്ധിയുടെ നടുവിൽ സ്വപ്നങ്ങളെ താലോലിച്ച് ഓമനിച്ച് കൊഞ്ചിച്ച് ജീവിച്ച് മരിച്ചുപോയി. തിരുവനന്തപുരം എയർപോർട്ടിൽ എന്നെ യാത്രയാക്കാൻ വന്ന എൻ്റെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കണ്ണിൽപ്പെടാതിരിക്കാൻ അകലെ മാറി നിന്ന് കൈവീശി കാണിച്ച് സാരിത്തുമ്പ് കൊണ്ട് കണ്ണു തുടച്ച് പിന്നെയും കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ ആരും കാണാതിരിക്കാൻ അകലെ കൂടി തലകുനിച്ച് നടന്നുപോയ ആ കുട്ടി. മരണശേഷം ആ പട്ടണത്തിൽ കൂടെ എപ്പോൾ കടന്നുപോയാലും ഹൈവേ വിട്ട് ഞാൻ ഈ വീടിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. കാലം ചെന്നപ്പോൾ കലന്ത ചെടികൾ വാടുന്നതും കരിയുന്നതും ഞാൻ കണ്ടു. ആൾ താമസമില്ലാതെ ആ വീട് ഒരു ഭാർഗവീ നിലയമായി മാറുന്നതും കണ്ടു. ചുവരുകളിൽ വിള്ളലുകൾ വീണ് മേൽക്കൂട് നിലം പൊത്തുന്നതും അതിനു മുകളിൽ കാടും പടലും പടർന്ന് കയറി അത് മൂടിപ്പോകുന്നതും ഞാൻ കണ്ടു. ഇന്നും അതുവഴി യാത്ര ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന പാഴ്മരത്തിൻ്റെ തണലിൽ കാറിട്ട് അതിനുള്ളിൽ ഏകനായി ഞാൻ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 2 ദിവസം മുമ്പ് അവിടെ ചെന്നപ്പോൾ പുതിയൊരു ബോർഡ്, പ്ലോട്ട് ഫോർ സെയിൽ. നമുക്കിനി ONV കുറുപ്പ് സാറിൻ്റെ ചെറിയൊരു കവിത 2.25 മിനിറ്റ് കൂടി പങ്കുവച്ച് പിരിയാം. ഒരു വട്ടം കൂടിയെന്നോ മകൾ പേയുന്ന വരാനിരിക്കുന്ന പരീക്ഷകളിലും ജീവിതത്തിലും നിങ്ങൾക്ക് വൻ വിജയം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.